തദ്ദേശ തോൽവി CPM വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് CPI. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ശരിദൂരത്തിലേക്ക് CPM ഇനിയും എത്താത്തതിൽ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് CPI. തോൽവിയുമായി ബന്ധപ്പെട്ട CPM വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് CPI ആരോപിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തോൽവിക്ക് കാരണമായെന്നും ഇതിൽ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു. ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായി എന്നാണ് CPI വിലയിരുത്തുന്നത്. പത്മകുമാറിനെ സംരക്ഷിച്ചത് തിരിച്ചടിച്ചുവെന്നും CPI വിമർശിക്കുന്നു. ജയിലിലായിട്ടും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ CPM സംരക്ഷിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും CPM ന്യായീകരണങ്ങൾ നിരത്തി പത്മകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും CPI എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. ഇന്നലെ നടന്ന CPM യോഗത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും തിരിച്ചടിയായെന്ന് വിലയിരുത്തുന്നു. എന്നാൽ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു സമ്മതിക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന നിലപാടാണ് CPMന്. വലിയ പരാജയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും അത് അംഗീകരിക്കാതെ കണക്കുകൾ നിരത്താനും പരാജയത്തിന് കാരണം മറ്റു പാർട്ടികളാണെന്ന് സ്ഥാപിക്കാനുമാണ് CPM ഇപ്പോഴും ശ്രമിക്കുന്നത്. പരാജയം അംഗീകരിച്ച് തെറ്റുകൾ സ്വയം വിമർശനമായി ഏറ്റെടുത്ത് തിരുത്താനല്ല CPM ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് CPI ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നതും CPMന്റെ തെറ്റുകൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നതും. സർക്കാരിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണെന്നുള്ളതും വികസന നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിക്കാൻ മറ്റു പാർട്ടികൾ ശ്രമിച്ചതുമായിരുന്നു നേതൃയോഗത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. സംസ്ഥാനത്താകെ BJPയും കോൺഗ്രസും പരസ്പരം വോട്ട് കൈമാറ്റം നടത്തിയാണ് LDF പരാജയത്തിന് കാരണമെന്ന അഭിപ്രായവും MV ഗോവിന്ദൻ പറഞ്ഞു. വോട്ടിംഗ് കണക്ക് നോക്കിയാൽ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡുണ്ടെന്ന അവകാശവാദം MV ഗോവിന്ദൻ ആവർത്തിക്കുകയും ചെയ്തു. ശരിയായ രാഷ്ട്രീയ പ്രചരണവും സംഘടനാ മികവും ഉണ്ടെങ്കിൽ ജനങ്ങളുടെ വിധിയെഴുത്തിനെ തിരിച്ചുപിടിക്കാമെന്നാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ വിധിയെഴുത്തലിനെ മറികടക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് CPIക്കുണ്ട്. അവർ അക്കമിട്ട് നിരത്തിയ CPMലെ കുഴപ്പങ്ങളാണ് ജനങ്ങളുടെ വികാരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ആ കുഴപ്പങ്ങൾ പരിഹരിക്കാതെ ന്യായീകരണവുമായി മുന്നോട്ടു പോയാൽ മൂന്നാം ഭരണമെന്ന സ്വപ്നത്തിലേക്ക് ഇടതുപക്ഷത്തിന് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കരുതാനാവില്ല.